നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണാവധിയൊക്കെ കഴിഞ്ഞു, ആഘോഷമൊക്കെ കഴിഞ്ഞ് ഈ മുതിർന്നവരാണെങ്കിൽ ഓഫീസിലേക്കും കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്കും ഒക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. എന്തായാലും ഈ പോകുന്നതിന് മുൻപ് ഇന്നത്തെ വാർത്തകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുണ്ട്, പോലീസ് കസ്റ്റഡി മർദ്ദനത്തിലെ തുടർ നടപടികളും, തൃശ്ശൂരിൽ ഇന്നിറങ്ങുന്ന പുലികളും, കായിക വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ സന്തോഷവും, KCL കൊച്ചിയുടെ വിജയവും, US ഓപ്പണിലെ അൽക്കാരസിന്റെ കിരീട നേട്ടവും ഒക്കെയായി വാർത്തകളാൽ സജീവമായൊരു ദിവസം തന്നെയാണിന്ന്. നമുക്ക് വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. കാരണം ഇന്നു മുതൽ ഗുഡ് മോർണിംഗ് കേരളം 1 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. GST പരിഷ്കരണ പരാതികൾ പരിഹരിക്കാൻ ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്ന്. വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കും. GST പരിഷ്കരണം നടത്തിയ മോദിയെ BJP MPമാർ അനുമോദിക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. NDA പ്രതിപക്ഷ MPമാരുടെ യോഗങ്ങളും മോക്ക് ഡ്രില്ലും ഇന്ന്. PT കസ്റ്റഡി മർദ്ദനത്തിൽ ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ എന്ന അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കും. കുന്നംകുളം കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന്. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്താനും നീക്കം. നടപടി ഇന്ത്യയെ ലക്ഷ്യം വച്ചെന്ന സൂചന. ട്രംപിന്റെ താരിഫ് വർധന ചർച്ച ചെയ്യാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾ. ബ്രസീലിൽ യോഗം ചേരും. കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലോക്കോസ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. വിയോഗം കുടുംബത്തോടൊപ്പം വേളാങ്കണ്ണിയിൽ നിന്ന് മടങ്ങവേ ട്രെയിനിൽ വെച്ച്. ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. Your 2025 US Open Men's Singles Champion, Carlos Alcaraz. US ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ യാനിക് സിന്നറിനെ തോൽപ്പിച്ചു. അൽക്കാരസിന്റെ 6ാം കിരീട നേട്ടം. സിന്നറിൽ നിന്ന് ലോക 1-ാം നമ്പർ സ്ഥാനം വീണ്ടെടുത്ത അൽക്കാരസ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് KCL 2ാം സീസൺ ചാമ്പ്യന്മാർ. കൊല്ലം സെയിലേഴ്സിനെ തോൽപ്പിച്ചത് 75 റൺസിന്. ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേട്ടത്തോടെ ലോകകപ്പിൽ യോഗ്യത ഉറപ്പിച്ച് ഇന്ത്യ. The Indian team will be lifting the Hero Asia Cup. What a moment, ladies and gentlemen. The efforts that the Indian... ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഭരണ പ്രതിപക്ഷ MPമാരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് NDA MPമാരുടെ യോഗം ഇന്ന് നടക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രതിപക്ഷ MPമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ മോക്ക് ഡ്രില്ലും ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്തായാലും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ബിജു ജനതാദളും BRSും ഒന്നും മനസ്സ് തുറന്നിട്ടില്ല. ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ളൊരു സാധ്യതയുള്ളതിനാൽ വോട്ടൊന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇരു മുന്നണികളും എന്ന് നമുക്കറിയാം. ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 സ്ഥാനാർത്ഥികൾ, അത് CP രാധാകൃഷ്ണനും സുദർശൻ റെഡ്ഡിയുമാണ്. സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ NDAക്ക് വ്യക്തമായ ആധിപത്യം ഇരു സഭകളിലുമുണ്ട്. പക്ഷേ അത് എത്രത്തോളം, അതിലേത് നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ മറ്റ് കക്ഷികൾ, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിൽ കൂടി NDAയുടെ ഭാഗമല്ലാത്ത BJP ഇതര പാർട്ടികളുണ്ട്. അവരെന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കാര്യത്തിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 435 പേരുടെ പിന്തുണ നിലവിൽ NDAക്കുണ്ട്. സ്വാഭാവികമായും 355 പേര് മാത്രമാണ് ഇപ്പുറത്ത് ഇന്ത്യ ബ്ലോക്കിനൊപ്പം, ഇന്ത്യ സഖ്യത്തിനൊപ്പം
പ്രതിപക്ഷ നിരയ്ക്കൊപ്പമുള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്കിടയില്ല. സുഗമമായി തന്നെ CP രാധാകൃഷ്ണൻ ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രോസ് വോട്ടിംഗിലേക്ക് പോകുമോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ GST അടക്കമുള്ള ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതോടുകൂടി തന്നെ NDAക്ക് ഒപ്പമില്ലാത്ത ആളുകളെ, ആ പാർട്ടികളെയൊക്കെ തന്നെ കൂടെ നിർത്താൻ BJPക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളൊക്കെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അതിന് ഏതെങ്കിലും തരത്തിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കം ഉണ്ടാകില്ല. മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വലിയ പ്രളയമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് കേന്ദ്ര സഹായം കൂടി അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് BJPയെ പിണക്കിക്കൊണ്ടൊരു നീക്കം ഈ ചെറിയ പാർട്ടികളൊന്നും തന്നെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ചില പാർട്ടികൾ സ്വാഭാവികമായി ബിജു ജനതാദൾ അടക്കമുണ്ട്. ഇങ്ങനത്തെ പാർട്ടികളൊക്കെ തന്നെ ഏതെങ്കിലും മറിച്ചൊരു തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകില്ല. മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗമായി സാധാരണ പാർലമെന്റിൽ ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ BJP വിരുദ്ധ അല്ലെങ്കിൽ NDA വിരുദ്ധ നിലപാടുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CP രാധാകൃഷ്ണൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. മാത്രമല്ല സംഘടനാ പാരമ്പര്യവും രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത്. മറുവശത്ത് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കൂടിയായ സുദർശൻ റെഡ്ഡി വരുന്നു. സ്വാഭാവികമായും വലിയ മത്സരത്തിലേക്ക് പോകും. പക്ഷേ അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇനി അതിന്റെ ഭാഗമായുള്ള നീക്കങ്ങളാണ്, പ്രത്യേകിച്ച് മോക്ക് ഡ്രില്ലാണ് പ്രധാനമായും. അതായത് തെരഞ്ഞെടുപ്പ് രീതി എല്ലാ MP-മാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ മോക്ക് ഡ്രില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മണിക്കാണ് അത് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇന്ത്യ സഖ്യ യോഗം നടക്കും. ഇപ്പോൾ 2 ദിവസമായി, ഇന്നലെ ഇന്നുമായി NDA സഖ്യ MP-മാരുടെയൊക്കെ യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇന്നലെ അതിനെ അഭിസംബോധന ചെയ്തിരുന്നു. ഇന്നും ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഈ 2 പാർട്ടികളും, അത് ഇന്ത്യ സഖ്യമാണെങ്കിലും ഒപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യമാണെങ്കിലും 2 കൂട്ടരും ഇന്ന് അത്താഴ വിരുന്നൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഈ പരിപാടി നേരത്തെ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അടക്കം പ്രഖ്യാപിച്ച ഈ അത്താഴ വിരുന്ന് ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീജ, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വിജയം ഏകദേശം ഉറപ്പാണ്. എങ്കിൽ കൂടി ഒരു അഭിമാന പോരാട്ടം തന്നെയല്ലേ ഇരു മുന്നണികൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? ശ്രീജ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുദർശൻ റെഡ്ഡി തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇതൊരു സ്ഥാനാർത്ഥിത്വത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എത്തുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എത്തുന്നതിന്റെ ഭാഗമല്ല എന്നുള്ളതാണ്. അതായത് ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇപ്പുറത്ത് NDAയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കാനുള്ള നീക്കം നടക്കുന്നു. ആ നീക്കത്തിന് തന്റെ പിന്തുണ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിൽ താൻ വിജയപ്രതീക്ഷയൊന്നും തന്നെ പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. സ്വാഭാവികമായും അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ കണക്കുകളുടെ മേൽക്കൈ ഇപ്പോഴും സർക്കാരിനുണ്ട്, അതായത് BJPക്കൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ ഇതാണ് തങ്ങളുടെ ഒരു നിലപാട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്. കാരണം ഇനി വരാൻ പോകുന്നത് വലിയ തെരഞ്ഞെടുപ്പിലേക്കാണ്. ബീഹാറൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ സർക്കാർ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിക്കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയം പിന്നെ ആ സംസ്ഥാനങ്ങളിലൊക്കെ പറയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു ചർച്ച BJPയുടെ ഭാഗത്ത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണെങ്കിൽ പോലും കുറെ കൂടി ഗൗരവത്തോടു കൂടി ഇത്തവണ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതായത് സർക്കാർ മുൻനിർത്തിയ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണം, പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് രാജ്നാഥ് സിംഗിനടക്കെയായിരുന്നു ആ സമയത്ത് ചുമതല ഉണ്ടായിരുന്നത്. ആ ചുമതല തെരഞ്ഞെടുപ്പിന്റെ ആകെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല രാജ്നാഥ് സിംഗിനാണ്. അദ്ദേഹം അടക്കം നേരത്തെ തന്നെ കിരൺ റിജിജു ഒക്കെ ഉണ്ട്. ഇവരൊക്കെ തന്നെ നേരിട്ട് പ്രതിപക്ഷ നേതാക്കളെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട നിലപാട് ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ എന്തടിസ്ഥാനത്തിലാണ് BJPയെ മറ്റ് സംസ്ഥാനങ്ങൾ എതിർക്കുക? കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ അല്ല NDA ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയമുള്ള നേതാവിനെ തന്നെയാണ്. അങ്ങനെ ഒരു നേതാവിനെ കണ്ണടച്ച് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാണ് അവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ വാശിയേറിയ പോരാട്ടമായി തന്നെ നമുക്ക് കാണാൻ ഒരു കൃത്യമായ രാഷ്ട്രീയം തന്നെ പറഞ്ഞ് ഒപ്പം തന്നെ നിലപാടുകൾ പറഞ്ഞുള്ള ഒരു പോരാട്ടമായി തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ശ്രീജ, തീർച്ചയായും പ്രശാന്ത്, ഭരണസ്ഥിരാ കേന്ദ്രമാണ് ഡൽഹി. അതുകൊണ്ട് തന്നെ നിരവധി വാർത്തകൾ ഇന്ന് അവിടെ നിന്നുണ്ട്. അതിൽ ഇനി അടുത്തതായി അറിയേണ്ടത് ഈ GST പരിഷ്കരണ പരാതികൾ പരിഹരിക്കാൻ ക്യാബിനറ്റ് സെക്രട്ടറി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം തന്നെ ഈ BJPയുടെ ഒരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു ഈ GST പരിഷ്കരണം എന്ന് പറയുന്നത്. അത് ആ പരിഷ്കരണം നടത്തിയ മോദി ഇന്ന് BJP MP-മാർ അനുമോദിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി. BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നീക്കങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടെന്ന് തന്നെ നമുക്ക് ഈ GST പരിഷ്കരണത്തെ പറയാം. കാരണം പ്രധാനമന്ത്രി ചെങ്കോട്ടയിലാണ് GST പരിഷ്കരണം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ദീപാവലി സമ്മാനമായി അത് എത്തുമെന്ന് പറയുന്നു. അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നു. മാത്രമല്ല
നേരത്തെ തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് GST സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളത്. അങ്ങനെയാണ് അത് 4-ൽ നിന്ന് 2-ആയി മാറുന്നത്. സ്വാഭാവികമായും അതിന് വലിയ രീതിയിൽ വലിയ സ്വീകാര്യത പല മേഖലകളിൽ നിന്ന് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നു. നിർമ്മാണ മേഖലയ്ക്ക് കരുത്ത് പകരുന്നുണ്ട്. ഒപ്പം തന്നെ ഇലക്ട്രോണിക് മേഖലയ്ക്ക്, ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ സാധാരണ ആളുകൾക്കും ഒപ്പം തന്നെ ഇടത്തരം കുടുംബങ്ങൾക്കുമൊക്കെ തന്നെ ഗുണകരമാകുന്ന ഒരു നീക്കമാണ് GST പരിഷ്കരണത്തിലേക്ക് ഉണ്ടായത്. പക്ഷേ അതിനൊരു ആശങ്ക വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കുവച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ടതാണ് ഈ സൈക്കിൾ വിപണിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. സ്വാഭാവികമായും സൈക്കിളുകളുടെയൊക്കെ തന്നെ നികുതി 5% വന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ നികുതി മറ്റ് ഘടകങ്ങളിൽ ഉണ്ടായിരുന്ന നികുതി നിലനിർത്തുകയാണ് ഉണ്ടായത്. അതായത് 18% അത് നിലനിർത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്പെയർ പാർട്സുകൾ, അതിന്റെ അസംസ്കൃത വസ്തുക്കളോ അതിന് ഉപയോഗിക്കേണ്ട യന്ത്ര സാമഗ്രികളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അതിന് ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സമാനമായ രീതിയിൽ തന്നെ ട്രാക്ടറുകൾ, അത്തരം വാഹനങ്ങളുടെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിലൊരു കൃത്യമായ നിലപാട് വേണം എന്നുള്ളതാണ് ഇത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ തന്നെ അവകാശപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ട വ്യവസായികൾ അവകാശപ്പെടുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പരാതികൾ കൂടി പരിഹരിക്കുകയും കൃത്യമായ ഒരു നീക്കത്തിലേക്ക് എത്തുക, അതിന് എന്ത് പരിഹാരം ഇനി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല GST നഷ്ടം സംബന്ധിച്ച് GST കൗൺസിൽ അംഗീകരിച്ച ചില തീരുമാനങ്ങളുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോഴും സംസ്ഥാനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ നഷ്ടം പരിഹരിക്കാൻ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? മാത്രമല്ല 40% നികുതി ഏർപ്പെടുത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയുണ്ട്. അവയുടെ നികുതി വരുമാനത്തിന് നല്ലൊരു ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇന്ന് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരാണ്, സെക്രട്ടറിമാരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആശങ്കകൾ വിവിധ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട, മേഖലയുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെയുണ്ട്. അവരടക്കം തന്നെ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രധാനമായും പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അസംസ്കൃത വസ്തുക്കളുടെ, അതുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ, മറ്റ് യന്ത്ര സാമഗ്രികൾ, ഇവയുടെയൊക്കെ തന്നെ വില കുറയാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ വന്ന ഈ മാറ്റം നടപ്പിലാക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിനെന്ത് പരിഹാരം ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശ്രീജ. ശരി പ്രശാന്തേ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അങ്ങനെ തുടരുകയാണ്. ഇപ്പോഴും മുന്നറിയിപ്പുണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. ഷീജ, മഴക്കെടുതി തുടരുക തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ വലിയ രീതിയിലുള്ള ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ യമുനയിലെ വെള്ളമൊക്കെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അപകടകരമായ നില അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ നേരത്തെ അതിനൊരു കാരണം ഹരിയാനയിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ ഉണ്ടായ കനത്ത, പഞ്ചാബിലൊക്കെ ഉണ്ടായ കനത്ത മഴ തന്നെയാണ്. പക്ഷേ ഈ 11-ാം തീയതി വരെ അതിശക്തമായ മഴ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത തുടരണമെന്ന് വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചത് പഞ്ചാബിനെയാണെന്ന് പറയുന്നത് 1988 ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയമാണ് പഞ്ചാബിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് ഏത് തരത്തിൽ മറികടക്കും എന്നുള്ളതാണ് സംസ്ഥാനം ഇപ്പോഴും ആശങ്കയോടെ കാണുന്നത്. 3700 കോടി രൂപയുടെ നഷ്ടമാണ് പഞ്ചാബിൽ. ആകെ തന്നെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. 2.21 ലക്ഷം ഹെക്ടർ കൃഷി നശിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അതിനെ മറികടക്കുക അത്ര എളുപ്പമല്ല. നേരത്തെ കേന്ദ്ര കൃഷിമന്ത്രി അടക്കം സന്ദർശിച്ചിരുന്നു. പ്രത്യേകിച്ച് BJP ഇന്നലെ ഇവിടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം പഞ്ചാബിലേക്ക് പ്രളയധന സഹായം കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കൃത്യമായി BJP ഒരു രാഷ്ട്രീയം പഞ്ചാബിന്റെ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം പഞ്ചാബിൽ ഇനി 2027 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സഹായം ഉറപ്പാക്കിക്കൊണ്ട് BJPക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അതൊരു രാഷ്ട്രീയ നീക്കമായി നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ കൃത്യമായ ഇടപെടൽ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ ദുരന്ത നിവാരണ സേന അതിശക്തമായ ഇടപെടലാണ് ഓരോ സംസ്ഥാനത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ എല്ലാ സംസ്ഥാനങ്ങളോടും ജില്ലാ ഭരണകൂടങ്ങളോടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലൊക്കെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലാണ്. അത് ജമ്മു കാശ്മീരിൽ തുടരുന്നുണ്ട്. സ്വാഭാവികമായും വളരെ പെട്ടെന്നാണ് ഒരു മഴ, ചെറിയ മഴ ഇങ്ങനെ വന്ന് നിന്ന് ആ മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു ഭാഗം അടന്നു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ സാഹചര്യം ഹിമാചൽ പ്രദേശിലടക്കമുണ്ട്. നിരവധിയായ തവണയാണ് മണ്ണിടിച്ചിൽ. ഇപ്പോഴും ചില ആളുകളെ കണ്ടെത്താനുണ്ട്. അത് പല സംസ്ഥാനങ്ങളിൽ ഈ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പഞ്ചാബിൽ 49 പേര് മരിച്ചപ്പോൾ അതിൽ 99 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും സമാനമായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത തുടരാൻ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും
ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിരവധി വാർത്തകളുള്ള ദിവസം തന്നെയാണ് ഇന്ന്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്തകൾ വരുന്നത് പ്രധാനമായും ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. എന്തായാലും പ്രശാന്തിന് നല്ലൊരു ദിവസം നേരുകയാണ്. വാർത്താസമ്പന്നമായൊരു ദിനമാണിന്ന്. എന്തായാലും നമുക്ക് ഇനി അവിടെ നിന്ന് കേരളത്തിലേക്കുള്ള വാർത്തകളിലേക്ക് വരികയാണ്. കോഴിക്കോട് വെസ്റ്റിൽ വിജിൽ നരഹത്യ കേസിൽ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ലാൻഡ് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാകും പരിശോധന. വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാജേഷ്, ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇത് സംബന്ധിച്ച് പരിശോധന ഉണ്ടായിരുന്നു, പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അത് കാരണം പരിശോധന നടത്താനായില്ല. ഇന്നിപ്പോൾ പരിശോധന പുനരാരംഭിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച 2 ദിവസങ്ങളിലായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും അന്വേഷണ സംഘം വിജിലിൻ്റെ ശരീരമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനകത്ത് പുതിയ ലാൻഡ് പെനിട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇനി നടത്താനുള്ളത്. കാരണം ഈ കേസ് നിർണായകമാവുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അവശിഷ്ടം കിട്ടുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ദീപേഷും ഒപ്പം തന്നെ നിഖിലും രഞ്ജിത്തും നൽകിയ, അതായത് വിജിലിൻ്റെ സുഹൃത്തുക്കളായ 3 പേർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സരോവരം ട്രേഡ് സെൻറ്ററിനടുത്തുള്ള ചതുപ്പിൽ ഈ ശരീരം താഴ്ത്തിയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരീരം കണ്ടെത്തേണ്ടത് ഈ കേസിലെ ഒരു നിർണായക തെളിവ് തന്നെയാണ്. അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക എന്നുള്ളതും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. ഇതോടൊപ്പം തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി കൊയിലാണ്ടി കോടതിയിൽ ഇന്ന് അപേക്ഷ കൂടെ സമർപ്പിക്കുന്നുണ്ട്. അതായത് ഈ നൽകിയ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യവും പോലീസിന് സമാന്തരമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം നടപടികളിലേക്കാണ് പോലീസ് ഇനി നീങ്ങുന്നത്. രാകേഷ്, അതുപോലെ ഈ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് ഈ ലോറി ഉടമയും യൂട്യൂബറുമായ മനാഫ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സഹായം വേണം, പോലീസ് ഒപ്പം ഉണ്ടാകണമെന്നൊക്കെ അഭ്യർത്ഥിച്ചിരുന്നു. പോലീസിൻ്റെ ഒരു സഹായം ഉറപ്പായിട്ടുണ്ടോ? എന്താണ് ആ വാർത്ത സംബന്ധിച്ചുള്ള വിവരങ്ങൾ? മനാഫിൻ്റെ ഒരു അവകാശവാദം മാത്രമാണ് ശ്രീജ. ഇതുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥലയിലേക്ക് പോകുമ്പോൾ തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമ്മീഷണറെ അദ്ദേഹം നേരിട്ട് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്ത് നിയമപരമായി ഇങ്ങനെ സംരക്ഷണം കൊടുക്കുമോ അല്ലെങ്കിൽ കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. മനാഫ് യൂട്യൂബിലൂടെ ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മനാഫിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിനകത്ത് വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മനാഫ് മതസ്പർദ്ധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വീഡിയോകൾ പങ്കുവെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനാഫിന് ഈ കേസ് കുരുക്കാകുമോ അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ാവുന്ന കുറ്റങ്ങളാണ് ഇതിനകത്ത് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ മനാഫിനെ ഇത്തരത്തിൽ ഏതെങ്കിലും അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളതും നമുക്ക് അറിയാനുണ്ട്. ഒപ്പം തന്നെ ടി ജയന്ത്, മനാഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടി ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും ഈ അന്വേഷണ സംഘം കേസെടുക്കാനുള്ള സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എത്രമാത്രമായിരിക്കാം ഇതിൽ മനാഫിന് കുരുക്കാവുക എന്നുള്ളത് ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുക. നമുക്കറിയാം 1991 മുതൽ 2014 വരെയുള്ള നിരവധി കൊലപാതക പരമ്പരകൾ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലും മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുണ്ടായ കോലാഹലവും ചെറുതല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ ഈ ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് മുൻപാകെ തന്നെ അന്വേഷണ സംഘത്തിന് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ മനാഫിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രമായിരിക്കും എന്നുള്ളത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും നിലപാട് സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും മനാഫിനെതിരെ ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തുമോ എന്ന് നമുക്ക് അറിയാനാവുക. തീർച്ചയായും രാകേഷ്, എന്തായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുക? വരും മണിക്കൂറുകളൊക്കെ വളരെയധികം നിർണായകമാണ്. കാരണം ഈ കോഴിക്കോട് വെസ്റ്റിൽ വിജിൽ നരഹത്യ കേസിൽ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ മൃതദേഹം കിട്ടുമോ? അത് വളരെയധികം ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ലോറി ഉടമയായ മനാഫ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ? ഹാജരായ ശേഷം എന്ത് സംഭവിക്കും? വരും മണിക്കൂറുകളൊക്കെ നിർണായകമാണ്. നമുക്ക് വിശദമായി തന്നെ വരും മണിക്കൂറുകളിലും ഇതിൻ്റെ വിവരങ്ങൾ നോക്കേണ്ടതുണ്ട്. PG കസ്റ്റഡി മർദ്ദനത്തിൽ ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ ഇന്ന് അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കും. എന്തായാലും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ ദേവിക നൽകും. ദേവിക, ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ കാടത്തം എന്ന് തന്നെ പറയണം. അതിങ്ങനെ ആരോപണങ്ങൾ കൂടുതലായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം ആയുധമാക്കുക തന്നെയല്ലേ പ്രതിപക്ഷം? ഇന്നിപ്പോൾ എന്തൊക്കെ പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്?
തീർച്ചയായിട്ടും ശ്രീജ, ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതിനു ശേഷമാണ് ഒരു പരാതികളുടെ ഇത്തരത്തിലൊരു പ്രളയം ഉണ്ടാകുന്നത്. എന്തായാലും ഈ തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് തൃശൂരുള്ള പട്ടിക്കാട്ടെ ഒരു ലാലിസ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ ഒരു വ്യാജ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. 2023 മെയ് 24-നാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നൊരാൾ ഒരു വ്യാജ പരാതി നൽകുന്നു. അതേ തുടർന്നാണ് ഈ മർദ്ദനം സംഭവിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകാനായി ഈ ഹോട്ടലിന്റെ മാനേജറും ഡ്രൈവറും കൂടി ഈ പീച്ചി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അന്നത്തെ SI ആയിരുന്ന രതീഷാണ് ഇത്തരത്തിൽ ഇവരെ ഈ ചുവരിൽ ചേർത്ത് വെച്ച് മർദ്ദിക്കുകയും ഫ്ലാസ്ക് ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തത്. ഒരു വർഷം മുൻപ് ഈ രതീഷിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്തിയിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു പിന്നാലെയാണ് ഈ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഇത്തരത്തിലൊരു വകുപ്പുതല അന്വേഷണത്തിനും ഈ രതീഷിനെതിരെ ഒരു നടപടിക്കുമൊക്കെ ഈ ഒരു പോലീസ് വകുപ്പ് ഒരുങ്ങുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ദക്ഷിണ മേഖല IG ആയിട്ടുള്ള ശ്യാം സുന്ദറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് അദ്ദേഹം പരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസും ഒരുങ്ങുന്നത്. ഇന്ന് 11 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. ഈ കസ്റ്റഡി മർദ്ദനത്തിന് പിന്നിലുള്ള പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നത്. ശ്രീജ. ശരി ദേവിക, എന്തായാലും കസ്റ്റഡി മർദ്ദന കേസ് അത് കൂടുതൽ പ്രതിഷേധങ്ങൾക്കിടയാവുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും ഒരു തീരുമാനം. വിവരങ്ങളുമൊപ്പം ചേരുകയായിരുന്നു ദേവിക. ഓണമൊക്കെ തീർന്നു, പക്ഷേ ഓണാഘോഷം തീർന്നിട്ടില്ല. ഓണാഘോഷത്തിൻ്റെ സമാപനത്തിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പുലികളി തന്നെയാണ്. എന്തായാലും ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശ്ശൂരിലെ പുലികളി ഇന്ന് നടക്കും. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് എന്തായാലും രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. 9 പുലിമടകളിൽ നിന്നായി 480-ലധികം പുലികൾ ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാനെത്തും. ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം തൃശ്ശൂരുകാർക്കെന്ന് പറഞ്ഞാൽ ആഘോഷം അത് വലിയൊരു ആവേശം തന്നെയാണ്. അവർ അത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഈ പുലികളിയൊക്കെ സ്വീകരിക്കുന്നത്. പുലിമടയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. നമ്മൾ പലപ്പോഴും ഈ കാടിറങ്ങുന്ന പുലികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നാളോണ് നാളിൽ തൃശ്ശൂരിൻ്റെ ശക്തൻ തട്ടകത്തിലിറങ്ങുന്ന ഒരു കൂട്ടം പുലിക്കുട്ടികളുണ്ട്. അവരുടെ കാഴ്ചകളാണ് ഇന്ന്. ആ പുലികൾ ഒന്നടങ്കം വന്ന് ഈ ശക്തൻ്റെ തട്ടകം കീഴടക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ കുട്ടംകുളങ്ങര ദേശത്തിൻ്റെ ആ പുലിമടയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു മെയ്യെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ചായക്കൂട്ടുകളെല്ലാം തന്നെ ഇവർ നിറക്കൂട്ടുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഓരോ പുലികളുടെ ദേഹത്തായി ഈ ഒരു ചായം അത് തേച്ചു പിടിപ്പിക്കുന്ന ആ ഒരു കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം ഇന്ന് വൈകിട്ടോടെയാണ് ഈ ഒരു പുലികളെല്ലാം തന്നെ ശക്തൻ്റെ തട്ടകം കീഴടക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പുലികളുടെ എല്ലാം മേൽ ഈ ഒരു ചായം തേച്ചു പിടിപ്പിക്കുന്ന ആ ഒരു കാഴ്ച അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വളരെ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എത്ര കൊല്ലമായി ഇപ്പോൾ ഈ ഒരു പുലികളിക്ക് ഇറങ്ങിയിട്ട്? ആദ്യമായിട്ടാണ്. കന്നിപ്പുലിയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഒരു പ്രതീക്ഷയൊക്കെ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തകർക്കാനുള്ള പരിപാടിയിലാണ്. തകർക്കും. ഇത്തവണ കുട്ടംകുളങ്ങര തന്നെ എടുക്കും. കുട്ടംകുളങ്ങരയ്ക്ക് വേണ്ടി നമ്മൾ കളിക്കുന്നു. വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഒരു പ്രതീക്ഷ കൂടി വന്നതാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് ഈ പുലികളിക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഫുൾ കോൺഫിഡൻസ്. നമ്മൾ തൃശ്ശൂർക്കാരനല്ലേ, അതിനൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതാണ് ഈ ഇത്തരത്തിൽ ആദ്യം ഇറങ്ങുന്ന പുലികളടക്കമുണ്ട്. അവർക്കും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് ഈ ഒരു പുലികളിയിൽ വൻ വിജയം കരസ്ഥമാക്കണമെന്നുള്ള ആ ഒരു സന്തോഷം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. കണ്ടോ, മഞ്ഞ കളറിലൊക്കെ ഒരുപാട് പുലികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചേട്ടാ, എങ്ങനെ പോകുന്നു? എത്ര വർഷമായി ഇപ്പോൾ? എന്താണ് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറയാം. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നമ്മൾ അടിച്ചു പൊളിച്ച് പോകും. കൊല്ലത്തോട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കന്നിപ്പുലി. അതെ. ഇത്തവണ കുറേ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. തൃശ്ശൂരിൻ്റെ അഹങ്കാരമാണല്ലോ. പിന്നെ പോകുന്നു. നിരവധി ആൾക്കാർക്ക് ഈ ഒരു മേഖലയിൽ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവരിങ്ങനെ പുതിയ ആളുകൾ ഇങ്ങനെ ഓരോ വർഷം തോറും വന്നുകൊണ്ടിരിക്കും. അതെ, തീർച്ചയായും. ഒരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടിരിക്കണം ഓരോന്ന്. തൃശ്ശൂർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇൻസ്പിറേഷനാണല്ലോ. പ്രത്യേകിച്ച് കുറേ യുവാക്കളും വരുന്നുണ്ട്. തീർച്ചയായും. അതിൽ പ്രായഭേദമന്യമാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരു ഉത്സാഹം കൂടിയാണ് ചെയ്യുന്നത്.
അതാണ് യുവാക്കളടക്കം ഇതിലെ പങ്കാളിത്തം വലിയ പങ്കാളിത്തമാണ് എന്നുള്ളതാണ്. പണ്ടൊക്കെ കുറച്ച് പ്രായം ചെന്ന കുടവയറുള്ള ആളുകളാണ് പുലികളിക്കെങ്കിൽ ഇപ്പോൾ യുവാക്കളും ഇതിലേക്ക് ഈ ഒരു രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് തൃശ്ശൂരിൻ്റെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ്. കാരണം തൃശ്ശൂർക്കാർക്ക് ഇത് അവരുടെ സ്വന്തമായ ഒരു ആഘോഷമാണ്. പൂരത്തെ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, അതായത് യുവാക്കളടക്കമുള്ള ജനപങ്കാളിത്തമാണ് ഈ ഒരു ഇവിടെ നമുക്ക് കാണാം. നിരവധി ആളുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു പുലികളിയുടെ ഒരുക്കങ്ങളുമായി എന്നുള്ളതാണ്. ഈ മേൽച്ചായം പുരട്ടാനും അതുപോലെ തന്നെ മറ്റ് ഈ പുലികളിയുടെ ഉപകരണങ്ങൾ, അതായത് മുഖംമൂടി അടക്കമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പ്രദർശനത്തിന് എത്തിച്ചു. ഇവിടെ ഈ സ്റ്റേജിലും നമുക്ക് ഒരുപാട് പുലികളെ കാണാം. നമുക്ക് അവരുടെ വിശേഷങ്ങളും ചോദിക്കാനുണ്ട്. വലിയ രീതിയിൽ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് വയറിൽ ചിത്രങ്ങളൊക്കെ വരച്ച് അരമണിക്കിലുക്കി ഈ ഒരു കുടവയർ കുലുക്കി വരുന്ന ആ പുലികളുടെ രംഗം കാണാനാണ് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത്. ചേട്ടാ, ആ വയറൊന്ന് ഇളക്കിക്കേ. ഇത്തരത്തിൽ ആളുകളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ, ആളുകളെ ആഘോഷത്തിൻ്റെ തിവർപ്പിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വയറിളക്കി ആ അരമണിയെല്ലാം കിലുക്കി കുടവയർ കുലുക്കി പുലി വരുന്ന ആ ഒരു ദൃശ്യങ്ങൾ കാണാനാണ് ഇന്ന് തൃശ്ശൂർക്കാർ കണ്ണും നട്ട് കാത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ നടുവിലാൽ പ്രദേശത്തായിരിക്കും ഇത്തരത്തിൽ പുലികൾ വരിക. 9 സംഘങ്ങളിൽ നിന്നായി 450 പുലികളായിരിക്കും വരുന്നത്. കന്നിപ്പുലികളും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പുലികളും 3 കൊല്ലമായിട്ടുള്ളൂ ഈ കൊല്ലം ഞാൻ ഈ പുലികളിയുടെ വേഷം കെട്ടി തുടങ്ങിയിട്ട്. അത് നമ്മുടെ സുഹൃത്ത് എന്നെ ഇതിൽ കൊണ്ടിട്ടോ, പിന്നെ ഇതിൽ നിന്ന് ഊരി പോകാൻ തോന്നുന്നില്ല. അങ്ങനെ എല്ലാ കൊല്ലം ഇപ്പോൾ പുലികളിയുടെ വേഷം ഇടാൻ പോവുക. ഇനി മരിക്കുന്നവരെ എല്ലാ കൊല്ലം ഇവിടെ തൃശ്ശൂർ വേണ്ടി കളിക്കും ഞാൻ. എത്ര വർഷമായി? ഞാൻ 3 കൊല്ലം 3 കൊല്ലമായിട്ടുള്ളൂ. മൂന്ന് കൊല്ലത്തെ ആ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ വളരെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. എന്നാൽ കുറച്ച് ഇപ്പോൾ കന്നിപ്പുലികൾ ഇത്തവണ ഒരുപാട് പുതിയ ആളുകൾ ഈ ഒരു മേഖലയ്ക്ക് എത്തുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അടിപൊളി സൂപ്പറായിട്ട് ചെയ്യണം, അതന്നെ, വേറൊന്നുമില്ല. അപ്പോൾ തകർക്കുന്നു. അടിപൊളി സൂപ്പർ, അതന്നെ, അടിച്ച് പൊളിച്ച് അങ്ങോട്ട് തകർത്ത് കളിക്കും. അതന്നെ അതന്നെ പൊളി. ആ വയറൊന്ന് ഇളക്കിയൊന്ന് കാണട്ടെ. മതിയില്ലേ? യെസ്. അപ്പോൾ അതാണ്, ഇത്തരത്തിൽ പുതിയ ആളുകളും ഉണ്ട്. എന്നാൽ ഒരുപാട് പരിചയ സമ്പന്നരായ വർഷങ്ങളോളം ഈ ഒരു മേഖലയിലുള്ള ആളുകളും കൂടി ഉണ്ട്. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. ചേട്ടാ, എത്ര വർഷമായി ഈ ഒരു പുലികളി തുടങ്ങിയിട്ട്? കൊല്ലത്തോടെ 51 കൊല്ലമായി. 51 കൊല്ലം. 51 കൊല്ലമായി പുലികളി മേഖലയിൽ സജീവമായ ഒരാളാണ്. എത്ര വയസ്സ് മുതൽ തുടങ്ങിയത്? 12 വയസ്സ്. 12 വയസ്സ് മുതൽ ഇപ്പോൾ 66 വയസ്സായി. 12 വയസ്സ് മുതൽ 66 വയസ്സ് വരെ 51 കൊല്ലം ഈ ഒരു മേഖലയിലുള്ള ആളാണ്. അപ്പൊ ചേട്ടന് ഒരുപാട് അനുഭവങ്ങൾ പറയേണ്ടായിരിക്കും. 2 കൊല്ലം ഇട്ടില്ല, 18 മറ്റേ വെള്ളപ്പൊക്കം, ഒരു കൊറോണ, ബാക്കി എല്ലാ കൊല്ലവും ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇതിനു വേണ്ടി നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിലെ ജോലി ഉണ്ടെങ്കിലും ഈ 3 അന്ന് ഇവിടെ തിരിച്ചെത്തിയിരിക്കും. അത് എത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടിയാലും നമ്മളത് ഉപേക്ഷിക്കും. അതൊരു വികാരമാണല്ലേ? ഞങ്ങളുടെ തൃശ്ശൂരുകാരൻ്റെ സ്വകാര്യ ഒരു അഹങ്കാരമാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ഒലക്കേര മോഡിൽ നിന്ന് കളിച്ചിരുന്നത്. ഇപ്പോൾ ലോറി, ടേബിളോ ഈ വക സെറ്റിങ്സ് ഒക്കെ, അന്നൊന്നും അതില്ല. ഒലക്കേര മോഡിൽ കയറി നിർത്തുന്ന കളി. ഇപ്പോൾ ഈ 51 ഈ 66 വർഷം വരെ കളി തന്നെയാണ്. ഇതിനിടയിൽ ഇനിയിപ്പോൾ ഈ പുലിക്കളിയിൽ തന്നെ കുഴഞ്ഞു വീണ് മരിക്കണമെന്നാണ് ആഗ്രഹം. അത്രയും ശരീരത്തിൽ ലയിച്ചു പോയി. ഇത് ഞങ്ങളുടെ അഹങ്കാരം. ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വരേണ്ടതിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇതുകൊണ്ട് ആവശ്യം കൂടി വരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ ബാക്കിലേക്ക് പോകുമ്പോൾ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും വർഷം ഉണ്ടാകുമ്പോഴേ ആ ഒരു അന്നത്തെ മുതൽ ഇപ്പോഴത്തെ ഒരു മാറ്റം വലുതാണല്ലോ. ഇപ്പോൾ ഒരുപാട് ടാബ്ലോകളും കാര്യങ്ങളൊക്കെ വന്നു. പണ്ട് അത്തരം ഇതൊന്നുമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അപ്പോൾ അതിനെ കാണുന്നത്? അന്നൊക്കെ നമ്മൾക്ക് ഈ ഓരോ ജുവല്ലറിയുടെ പരസ്യം ഈ പുലികളുടെ മേത്ത് എഴുതി വയ്ക്കും. തൃശ്ശൂർ ടൗണിലുള്ള ഓരോ പുലികളുടെ ഓരോ ജുവല്ലറികളുടെ പരസ്യമൊക്കെ എഴുതി വെച്ചിട്ടാണ് കളിക്കുക. അപ്പോൾ അവരാണ് പെയിൻറ്റ് മേടിക്കാനും ഭക്ഷണത്തിനും കാശ് തരാം ഈ പരസ്യം വെക്കുന്നതിന്. അപ്പോൾ ഒരുപാട് ജുവല്ലറി, അതൊന്നും നമ്മളിപ്പോൾ എല്ലാ ജുവല്ലറി നമ്മളെടുത്ത് പേരെടുത്ത് പറയണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കളി തുടങ്ങിയതാണ്. പാട്ട കുട്ടിയിട്ടും ചെളി വാരി തേച്ച് നീളം തേച്ചിട്ടൊക്കെ. പിന്നെ ഇത് ഔദ്യോഗികമായി കളി തുടങ്ങിയപ്പോൾ തുടക്കം മുതലേ നമ്മൾ ഇതിലുണ്ട്. അന്ന് മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരമല്ല, ഒരു ആവേശമായിട്ട് സമ്മാനമൊന്നുമില്ല. എല്ലാവരും ടൗണിൽ കയറി കളിക്കുക ടീമുകളായിട്ട്. അന്ന് 10-20 ടീം, ചെറിയ ടീമുകളൊക്കെ ഉണ്ട്. ശരിക്കും ആകെ 6 ടീമാണ് ശരിക്കും നിലവിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ വന്ന ടീമുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പഴയ ടീം ഇപ്പോൾ ആവേശം കുറച്ചും കൂടി പ്രൊഫഷണലായി, കുറച്ചും കൂടി ആവേശം കൂടി, ആളുകൾ കൂടുതലായി എത്തുന്നു കൂടി. എല്ലാവരും ഇതിനെ കേരളം മൊത്താകെ തന്നെ അംഗീകരിച്ചു. തൃശ്ശൂർ പൂരത്തിനോടൊപ്പം മുട്ടി നിൽക്കുന്ന ഒരു സംവിധാനമായി ഇത്. അതായത് തൃശ്ശൂർ പൂരത്തിന്റെ അത്ര തന്നെ വലിയൊരു ആഘോഷമായിട്ട് പുലിക്കളി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനേക്കാളും ആവേശമാണിത്. ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനേ ചുറ്റും നിൽക്കണവർ ഓളിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ്. അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റില്ല, ആ ആവശ്യത്തിന് നമ്മൾ കളിച്ച് പോവും. അതങ്ങനെ. ഇത്രയും വർഷത്തിനിടയിൽ എത്ര തവണ സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട്? സമ്മാനം വിവിധ ടീമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കളിച്ചിട്ടുള്ളത്. പല ടീമുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പം അന്നൊന്നും സമ്മാനം ഇല്ല. ഇപ്പം സമ്മാനം
മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ശേഷം കോർപ്പറേഷൻ വന്നപ്പോഴാണ് ഈ സമ്മാനത്തിൻ്റെ ഇത് വന്നത്. മുനിസിപ്പാലിറ്റിയിൽ എന്തൊക്കെ ചെറിയൊരു ട്രോഫി കൊടുത്തിരുന്നത്. ഇപ്പം നല്ലൊരു സംവിധാനം കോർപ്പറേഷൻ വന്നതിന് ശേഷം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് അധ്വാനമുണ്ട് ഇതിൻ്റെ പിന്നിൽ. 10-50 ആളുകളും വേണം ഈ ഒരു ടീമിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ. പിള്ളേർ കുറേ വേണം. ഈ പുലിയും ചണ്ടക്കാരും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയ ടീമിന് വലിയൊരു ചുമതലയാണ്. അതുപോലെ തന്നെ ഇത്രയും വർഷം ഇപ്പോൾ ചേട്ടൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ വയർ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വയറുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഈ തൃശ്ശൂരാണ്. പുലിക്കളിയുടെ ഒരു ദിവസമാണെന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു വയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് അങ്ങനെ ആവേശമായിട്ട് അതാണ് വരും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വയറുള്ള തന്നെ ഒന്നിനും കൊള്ളില്ല. ഈ പുലിക്കളിക്ക് മാത്രമേ ആൾ ആവശ്യമുള്ളൂ. പുലിക്കളിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് ഈ വയറുള്ള ആൾക്ക്. പുലിക്കളി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ തിരിഞ്ഞു നോക്കില്ല ഈ വയറുള്ള ആളെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കളിക്കുന്നിടത്തോളം കളിക്കുക. ഈ കളിക്കുമ്പോൾ ഇവിടെ തന്നെ കളിച്ച് ഈ ടൗണിലോ വടക്കത്താൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും കുഴഞ്ഞു വീണം, അല്ലെങ്കിൽ വേഷം ഇടുന്നിടത്തോ കുഴഞ്ഞു വീണ് പുലിയോട് കൂടി മരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പുലിയായിട്ട് തന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹമാണോ ചേട്ടൻ? അതായത് ആ വേദിയിൽ തന്നെ കിടന്നല്ലേ? അല്ല, അതാണ് ആ വേദിയിൽ കിടന്ന് മരിക്കണം എന്നുള്ളതാണ്. അത്രയും ഇതിനോടുള്ള ആവേശമാണ്. അതാണ് ഇവരുടെയൊക്കെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ പുലികളിക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിയോട് എനിക്ക് ഒരു ചോദ്യമുണ്ട്. അതായത് പല മേഖലകളിൽ പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ പുലികളിയിൽ അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ? ശ്രീജ, ഒന്നുകൂടി ആവർത്തിക്കാമോ? ഹരീഷേ, നമുക്ക് അറിയാം, നമുക്ക് ഓണാഘോഷമാണെങ്കിലും പല മേഖലകളിലുമൊക്കെ ലേറ്റസ്റ്റ് ഒരുപാട് ട്രെൻഡുകളുണ്ട്. അപ്പോൾ പുലികളിയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ്? അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി. തീർച്ചയായിട്ടും പുലികളിയിലും ഉണ്ടായിരിക്കുമല്ലോ ഈ നമ്മുടെ ഈ പൂരത്തിൻ്റെ വെടിക്കെട്ടിനൊക്കെ ഉള്ള പോലുള്ള സസ്പെൻസുകളുണ്ട്. അത് തീർച്ചയായിട്ടും പുലികളിയിലുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നിശ്ചല ദൃശ്യങ്ങൾ, ടാബ്ലോകൾ എന്നിവയാണ്. അത് എന്തായിരിക്കുമെന്ന് ആ ഒരു സമയത്ത് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരുപാട് വ്യത്യസ്തമായ സസ്പെൻസുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തെ ടാബ്ലോകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ നിശ്ചല ദൃശ്യങ്ങളാണെങ്കിൽ ഇന്ന് അത് ഡിജിറ്റൽ വൽക്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സസ്പെൻസുകൾ ഉണ്ട്. അത് തീർച്ചയാണ് ചേട്ടാ, അല്ലേ? ഇത്തവണ നമുക്ക് എങ്ങനെയാണ് പുതിയ ടാബ്ലോകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സസ്പെൻസുകളൊക്കെ എത്രത്തോളം ഉണ്ട്? ഇഷ്ടംപോലെ ടാബ്ലോ നമ്മുടെ ഇതിൽ തന്നെ അപ്പുറത്ത് സെറ്റ് ഉണ്ട്, അമ്പലത്തിൻ്റെ അവിടെ സെറ്റ് ഉണ്ട്. ഇവർ തന്നെ കുറേ പരിപാടികൾ, പ്രതീക്ഷിക്കാത്ത പരിപാടികളുണ്ട്. ഇപ്പോൾ നല്ല സൂപ്പർ പരിപാടികൾ. ഞാൻ അന്ന് തന്നെ വന്നപ്പോൾ നന്നായിട്ട് എന്നെ പറയണം, സതീശേട്ടാ വന്നോളൂട്ടോ, അടിപൊളി പരിപാടിയാക്കണം, നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ മേടിക്കണം. പരമാവധി ഞങ്ങൾ ശ്രമിക്കും 100% ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ. പുതുമകൾ ഒരുപാട് വരുന്നുണ്ടല്ലേ ഈ മേഖലയിൽ? വരുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പറയാ, ഇപ്പോൾ എല്ലാവരോടും പറയാൻ കിട്ടുന്നില്ല. രാവിലെ മുതൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലേ, കളിക്കാൻ തയ്യാറായി നിൽക്കും. അതന്നെ ഓക്കെ. അതെ. അപ്പോൾ ആ ഒരു ആവേശമാണ് നമ്മൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരുപാട് പേര് ഈ പുലികളിയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. രാവിലെ മുതൽ വന്ന് ഈ ഒരു ചായം പൂശുന്ന ചടങ്ങുകളിലേക്കൊക്കെ പോവാണ്. നമുക്ക് ഇവിടെ കുറച്ച് യുവാക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവരോടുകൂടി ചോദിക്കാം. ചേട്ടാ, ഇതെങ്ങനെയാണ്, ഇതിന്റെ ഭാഗമാണോ, എന്താണ്? ഞാൻ സെക്രട്ടറിയാണ്, സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്, പുലിക്കളി സംഘത്തിൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഒരു 4 മണി തൊട്ട് വരെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ പുലികളായിട്ട് ഓരോരുത്തർ വരുന്നു. ഓരോ സ്ഥലങ്ങളിൽ നിന്ന്, തൃശ്ശൂരിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ നമുക്കിവിടെ വേഷമുണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങി, വരകൾ തുടങ്ങി, എല്ലാം ലൈവായിട്ടുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ നല്ല ചൂട് പിടിക്കും. പിന്നെ നമുക്ക് ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. 4 മണിക്കാണ് നമുക്ക് എൻട്രി പോയിന്റ് കയറേണ്ടത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണ എന്തെങ്കിലും പുതുമകൾ കൊണ്ടുവരുന്നുണ്ടോ? ഒരുപാട് സസ്പെൻസ് എന്തായാലും ഓൾറെഡി ഉണ്ടാവുമല്ലോ, ടാബ്ലോ ആണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടൗണിൽ വരുമ്പോൾ കാണാം. ആ സമയത്ത് കാണാൻ പറ്റുള്ളൂ. അത് സസ്പെൻസ് ആണല്ലോ. അതെ. എന്തായാലും ഇത്തവണ ഒരു വലിയ പ്രതീക്ഷയാണോ? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ നല്ല പേരിലൊരു ടീമായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഗ്യാപ്പ് വന്നു. നമുക്കൊരു 2016 തൊട്ടൊരു ഏകദേശം കുറച്ചൊരു 8 കൊല്ലത്തിൻ്റെ അടുത്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേര് തിരിച്ചു കൊണ്ടുവരണം, ആ കപ്പ് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതെ. ആവേശമാണ്. അതെ. എന്താ പറയാനുള്ളത്? ഞാൻ ആളുടെ വൈഫാണ്. അപ്പം സ്ഥിരമായിട്ട് വരാറുണ്ടോ ഇവിടെ? ഇല്ല. ആദ്യമായിട്ടാണോ? ഇല്ല, ഞങ്ങളുടെ കല്യാണത്തിന് തൊട്ട് മുന്നേ ആയിട്ട് വിഷ്ണു വേഷം ഇട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കുറച്ച്. അപ്പോൾ എവിടെയാ സ്ഥലം ശരിക്കും? ഇവിടെ തന്നെയാണ്. തൃശ്ശൂർ തന്നെയാണ്.
ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെയാണ്, പക്ഷേ എൻ്റെ ബേസ് ഒന്നും ഇവിടെ അല്ല. അപ്പോൾ ഈ ഒരു പുലികളി, തൃശ്ശൂരിൻ്റെ ഒരു പുലികളിയുടെ ആവേശമൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇതിൻ്റെ പിന്നിൽ ഇത്ര മാത്രം വർക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ തുടക്കം തൊട്ടേ തന്നെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായി ഇത്രയും മാസങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളതും ഓരോരോ ഡീറ്റെയിലിങ്ങും. പിന്നെ എനിക്ക് ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, അതാണ് പലർക്കും ഇത് പുതിയ എക്സ്പീരിയൻസ് ആണ്. പല ആളുകളും പുതുതായി ഇത് കണ്ട് ആസ്വദിച്ച് ഈ ഒരു രംഗത്തേക്ക് വരുന്നു, ഇതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു കൂട്ടായ്മയുടെ ശ്രമമാണ്, വലിയ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമാണിത്. ഇത്തരത്തിൽ ആവേശത്തോടു കൂടി ഇന്ന് ഈ ഒരു പുലികൾ ഇറങ്ങുന്ന ആ ഒരു ദൃശ്യത്തിന് വേണ്ടി ആ കണ്ണ് നട്ട് ഈ തൃശ്ശൂർക്കാർ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വൈകിട്ടോടുകൂടി പുലികൾ ഓരോ മടകളിൽ നിന്നായി ഈ ഒരു തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തും. ശ്രീജ, തീർച്ചയായും എന്തായാലും കന്നിപ്പുലികളും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പുലികളും ഒക്കെ അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 450-ലധികം പുലികളാണ് ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാനായി എത്തുന്നത്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരുമാകട്ടെ, പ്രവർത്തനം ഏത് മേഖലയിലുമാകട്ടെ, കഴിവുണ്ടെങ്കിലും ജീവിത വിജയം നേടാൻ കഴിയാതെ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഗുഡ് മോർണിംഗ് കേരളത്തിൽ അമൃത ന്യൂസ് ഒരുക്കുന്ന പുതിയ സെഗ്മെന്റാണ് ദി ഗെയിം ചേഞ്ചർ. പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചറിൻ്റെ അവതാരകൻ. ഇനി പുതിയ ചിന്തകളുടെ പുതിയ തുടക്കം, ദി ഗെയിം ചേഞ്ചർ. ഇന്ന് ഗെയിം ചേഞ്ചറിലൂടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന തിരസ്കരണം അല്ലെങ്കിൽ പരാജയം എങ്ങനെ നേരിടാമെന്ന് ശ്രീദത്ത് പിള്ള രസകരമായി പറഞ്ഞുതരും. ടോം ആൻഡ് ജെറി, ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേര് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഉള്ളൊരു ഫസ്റ്റ് റിയാക്ഷൻ? ഇറ്റ് ബ്രിങ്സ് എ സ്മൈൽ ടു യുവർ ഫേസ്. നിങ്ങളുടെ മുഖത്തേക്കൊരു ഒരു പുഞ്ചിരിയാണ് മുഖത്തുണ്ടാവുക അല്ലേ? നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇറ്റ് മൈറ്റ് ബ്രിങ് എ സ്മൈൽ ടു യുവർ ഫേസ്. ഇപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ടോം ആൻഡ് ജെറി വേർ ലൈക്ക് ഫാമിലി മെമ്പേഴ്സ്. അവർ ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ മറക്കാൻ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ്, ഈ ടോം ആൻഡ് ജെറി രണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ഇമാജിനറി ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മുടെ റെഫറൻസ് പോയിൻ്റ് ആണ്, റോൾ മോഡൽ ആണെങ്കിൽ ഏതായിരിക്കും അത്? ടോം ആയിരിക്കുമോ ജെറി ആയിരിക്കുമോ? ആൻഡ് ഐ എം ഷുവർ മെജോറിറ്റി ആൾക്കാർ പറയുന്നത് ജെറി എന്നായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ജെറി ഈസ് ക്യൂട്ട്, ജെറി ഈസ് സ്മാർട്ട്, ജെറി ഈസ് ഷാർപ്പ്, ജെറി ഈസ് അജൈൽ, ഇൻ്റലിജൻറ്റ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ എൻ്റെ റെഫറൻസ് പോയിൻ്റ് ടോമാണ്. ഐ ടെൽ യു വൈ. ടോം ആൻഡ് ജെറിയുടെ എല്ലാ എപ്പിസോഡ്സും 1940 തുടങ്ങി 2014 വരെ 164 ലെങ്തി എപ്പിസോഡ്സ് ഉണ്ട്. എല്ലാ എപ്പിസോഡിൻ്റെയും ത്രെഡ് സെയിം ആണ് അല്ലേ? ടോം ജെറിയെ പിടിക്കാൻ നോക്കുന്നു. ടോം ഈസ് ട്രൈങ് ടു ക്യാപ്ചർ ജെറി. പക്ഷേ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ടോമിന് ജെറിയെ ഫുള്ളി പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ ചെവിയുടെ ഒരു അറ്റം കിട്ടും, അല്ലെങ്കിൽ വാലിൻ്റെ ഒരു അറ്റം കിട്ടും, കുറച്ച് നേരത്തെ തന്നെ പിടിച്ചു വെക്കും, ജെറി ചാടിപ്പോവും. ജെറി ഈസ് ടു സ്മാർട്ട്. ടോമിന് ജെറിയെ പിടിക്കാൻ പറ്റില്ല. അത് ജെറിക്കറിയാം, നമുക്കറിയാം, പക്ഷേ ടോമിന് അറിയില്ല. ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ടോമിൻ്റെ എന്തൂസിയാസം അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹത്തിന് കുറവ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയാൽ ടോം ആൻഡ് ജെറി ഇല്ല. എവറി എപ്പിസോഡ് ഡിപ്പെൻഡ്സ് ഓൺ ടോംസ് എന്തൂസിയാസം അല്ലേ? ആ ടോമിൻ്റെ ഒരു പെർസിസ്റ്റൻസ്. ഇമാജിനറി ക്യാരക്ടേഴ്സാണ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്, ഹാനയും ജോസഫും ക്രിയേറ്റ് ചെയ്ത രണ്ട് ക്യാരക്ടേഴ്സാണ്. പക്ഷേ ഈ ടോം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലൈഫിൽ പെർസിസ്റ്റൻസിൻ്റെ ഒരു റെഫറൻസ് പോയിൻ്റാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് ടോംസ് ഉണ്ട്. ഹെൻറി ഫോർഡ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 ഓട്ടോമൊബൈൽ കമ്പനീസ് ഫെയിലിയർ ആയിരുന്നു. മൈക്കിൾ ജോർഡൻ ബാസ്കറ്റ്ബോൾ ലെജൻഡാണ്, പക്ഷേ സ്കൂൾ ടീമിൽ നിന്ന് പുറത്താക്കി, കഴിവില്ല, കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ JK റൗളിംഗ് 12 പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് JK റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ റിയാലിറ്റി ആയത്. അതുപോലെ സ്റ്റീവൻ സ്പിൽബർഗ്, ടൈറ്റാനിക് പോലുള്ള ഹിറ്റ്സ് സമ്മാനിച്ച സ്റ്റീവൻ സ്പിൽബർഗ്, അദ്ദേഹത്തെ 3 പ്രാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഫിലിം സ്കൂളിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടത്. നമ്മുടെ ഓൺ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിന് മലയാളികൾ ഒരുപാട് ലോകം കണ്ടത് അദ്ദേഹത്തിൻ്റെ ട്രാവലോഗ്സ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ട്രാവലോഗ് ഒരു റിയാലിറ്റി ആവാൻ, ഒരു TV ചാനലിൽ വരാൻ അദ്ദേഹത്തിന് 10 വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത്. എൻ്റെ ഈ ആശയങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് അത്രയും കാത്തിരിക്കേണ്ടി വന്നില്ല. 1.5 വർഷം മാത്രമേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സീരിയസ്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? റിജക്ഷൻ എന്ന് പറയുന്നത്, അതായത് തിരസ്കരിക്കപ്പെടുക, അല്ലെ തോക്കുക, റിസൾട്ട്സ് നമുക്ക് ആകാതിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് ഗോൺ ബി എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ലൈഫ്. എസ്പെഷ്യലി നമുക്ക് ലൈഫിൽ എന്തെങ്കിലും വലിയൊരു കാര്യം അച്ചീവ് ചെയ്യാൻ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്താൽ, നമ്മൾ എത്ര ടാലൻറ്റഡ് ആയാലും എത്ര സ്കിൽഫുൾ ആയാലും എത്രയൊക്കെ ശ്രമിച്ചാലും തോൽവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. റോജർ ഫെഡറർ പറഞ്ഞൊരു കാര്യമാണ്,
one of the greatest tennis players ever. He said, ഞാൻ 1526 മാച്ചസ് കളിച്ചു, അതിൽ 80% ഞാൻ ജയിച്ചു. പക്ഷേ ആ ടോട്ടൽ പോയിൻറ്റ്സിൻ്റെ 54% മാത്രമേ ഞാൻ ജയിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം 46% ഞാൻ തോറ്റു. അതിന് വേറൊരു രീതി നോക്കുവാണെങ്കിൽ ഒരു ചാമ്പ്യൻ, അതായത് ഒരു ചാമ്പ്യൻ ടെന്നീസ് പ്ലെയർ പോലും ഓൺ ആൻ ആവറേജ് കളിച്ച രണ്ടാമത്തെ പോയിന്റ് തോക്കുകയാണ്. ഇറ്റ്സ് 50-50. ഫോർ എവറി പോയിന്റ് ദാറ്റ് യു വൺ ദർ വാസ് എ പോയിന്റ് ദാറ്റ് യു ലോസ്റ്റ്. വാട്ട്സ് ദ പോയിന്റ്? ദ പോയിന്റ് ഈസ്, ഇത് പറയാൻ എളുപ്പമാണ്. റിജക്ഷൻ എങ്ങനെ ഫേസ് ചെയ്യണം, റിജക്ഷൻ ഉണ്ടാവും. നമുക്ക് റിജക്ഷൻ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും വി ഫീൽ ഹാർട്ട് ബ്രോക്കൻ. ഞാനൊരു കാര്യം ഷെയർ ചെയ്യാം, ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതായത് റിജക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അതിനെ ഡീൽ ചെയ്യുന്നത് ഒരു 3 ആസ്പെക്ട്സ് ഉള്ളൊരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ദ ഇമ്മീഡിയറ്റ് കോപ്പിംഗ് മെക്കാനിസം, അതായത് റിജക്ഷൻ ഉണ്ടായി ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫീലിംഗ് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മളുടെ അത് ഹൃദയം തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും വളരെ വിഷമം ഉണ്ടാവും. നമുക്ക് ആദ്യമായി ചെയ്യാൻ പറ്റുന്നത് എന്ത് തോന്നുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ട്രീം സ്റ്റെപ്സ് അല്ല ഞാൻ പറയുന്നത്. യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു എ റൂം ആൻഡ് ക്രൈ, പ്ലീസ് ഡൂ ദാറ്റ്. അടച്ചിട്ടൊരു മുറിയിരുന്ന് കരയാൻ തോന്നിയാൽ കരയുക. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ ചെയ്യുക. അതിന് 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമ്മളുടെ ഫീലിങ്സ് വേർഡ്സായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം വി ഫീൽ ലൈറ്റർ, ഇവിടെ നിന്നൊരു ഭാരം ഇറങ്ങിപ്പോയ പോലെ തോന്നും. രണ്ടാമത്, ഈ കേൾക്കുന്ന ആൾ ഒരു പക്ഷേ നമ്മൾ മിസ് ചെയ്ത ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. ഇത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്, എപ്പം നമ്മൾ റിജക്റ്റ് ആയപ്പെട്ടാലും എപ്പം നമുക്കൊരു തിരസ്കരണം നേരിടേണ്ടി വന്നാലും നമുക്ക് വല്ലാതെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തിനെ അത് ബാധിക്കും, അല്ലേ? പിടിച്ച് താഴോട്ട് വലിക്കും. ഹൗ ക്യാൻ വി ഓവർകം ദാറ്റ്? ഞാൻ ചെയ്യുന്നൊരു കാര്യം, അങ്ങനെ റിജക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ ഫോർ ദ നെക്സ്റ്റ് 3-4 ഡേയ്സ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറേയില്ല. അതിന് പകരം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ വിജയങ്ങൾ, എനിക്ക് കിട്ടിയ നല്ല ഫീഡ്ബാക്ക്, അപ്രീസിയേഷൻ, നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കും. എൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി മാത്രം ആലോചിക്കും. കുറേ വാട്സാപ്പ് മെസ്സേജസ് ഉണ്ട്, കുറേ ഇമെയിൽസ് ഉണ്ട്, ചില ആൾക്കാർ അയച്ചത് നല്ലത്, പോസിറ്റീവായിട്ടുള്ളത്, അത് മാത്രം ഞാൻ നോക്കും. സോ ഐ റീഇൻസ്റ്റാൾ മൈ സെൽഫ് കോൺഫിഡൻസ്. എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഞാൻ തിരിച്ചു കൊണ്ടുവരും. മൂന്നാമത്തെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ ആ ലോങ് റണ്ണിൽ എങ്ങനെ ഇതിനെ കോപ്പി ചെയ്യുന്നു എന്നുള്ളതാണ്. Can you convert a rejection into a platform for self-improvement? Can you convert this rejection into an advantageous one? നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് രീതിയിലാക്കാൻ പറ്റുമോ? പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അതായത് one thing that you need to do is to be very very honest with yourself. Honesty is the best policy. സത്യസന്ധത. നമ്മൾ ശരിക്കും സത്യസന്ധമായിട്ട് നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ നമ്മളുടെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്, അല്ലെങ്കിൽ നമ്മളുടെ എക്സിക്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിൽ മേ ബി എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുറവ്, അല്ലെ പാളിച്ച, അല്ലെ കുറ്റം, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ടായിട്ടുണ്ടാവാം. അത് നികത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഇഫ് യു ക്യാൻ പ്ലഗ് ദാറ്റ് ഹോൾ ആൻഡ് ദെൻ ട്രൈ ആൻഡ് ഡു ഇറ്റ് നെക്സ്റ്റ് ടൈം ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം നമ്മളുടെ പെർഫോമൻസ് അത്രയും നന്നായിരിക്കും. സോ ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കൂ. ദിസ് ജസ്റ്റ് മൈറ്റ് ബി എ ഗെയിം ചേഞ്ചർ. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. നാളെ കാണാം. വിജയിക്കാൻ നമ്മൾ പല വഴികളും നോക്കാറുണ്ട്, പക്ഷേ പരാജയത്തെ എങ്ങനെ നേരിടാം, അതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി ഈ വീഡിയോ എന്ന് തന്നെ കരുതുന്നു. നമുക്ക് വാർത്തയിലേക്ക് വീണ്ടും തിരികെ പോവുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. വേളാങ്കണ്ണിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 53 വയസ്സായിരുന്നു. പ്രശാന്ത് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ഹൃദയാഘാതമായിരുന്നു മരണകാരണമെന്നറിയാം. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ പ്രിൻസ് ലൂക്കസിന്റെ മൃതദേഹം അല്പസമയത്തിനകം കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് 8:30 എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 3:30 അന്ത്യം. അദ്ദേഹം കുടുംബത്തോടൊപ്പം വേളാങ്കണ്ണിയിൽ പോയി ട്രെയിനിൽ മടങ്ങി വരുന്ന വഴി തെങ്കാശിക്ക് സമീപത്ത് വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് കോട്ടയത്തേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിക്കാനുള്ള ശ്രമങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 8:30 തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കോട്ടയം ബാറിലെ ഒരു അഭിഭാഷകൻ കൂടിയായ പ്രിൻസ് കോട്ടയത്തെയും ഏറ്റുമാനൂരിലെയും രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു. 2021 ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ മന്ത്രി VN വാസുവിനെതിരെയാണ് അദ്ദേഹം മത്സരിച്ചത്, എന്നാൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ കോട്ടയത്ത് UDFന്റെ സമര രംഗങ്ങളിലടക്കം UDFന്റെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്ന പ്രിൻസ് ലൂക്കോസ് ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു. കേരള കോൺഗ്രസ് പിളർന്ന്
കേരള കോൺഗ്രസ് എം പിളർന്ന് കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മുമായി മാറി വൈകാതെയാണ് പ്രിൻസ് ലൂക്കോസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പം ചേർന്നത്. അതിനു മുൻപ് കേരള കോൺഗ്രസ് എമ്മിനൊപ്പം നിന്നിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. ഏതായാലും കേരള കോൺഗ്രസിന്റെയും യൂത്ത് ഫ്രണ്ടിന്റെയും അതേപോലെ തന്നെ KSCയുടെയും ഒക്കെ സംസ്ഥാന പ്രസിഡന്റ്, കേരള കോൺഗ്രസ് സ്റ്റുഡൻസ് വിഭാഗമായ KSCയുടെയും അതേപോലെ യൂത്ത് ഫ്രണ്ടിന്റെയും സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പ്രിൻസ് ലൂക്കോസ്. ഏതായാലും കോട്ടയത്തെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളവും ഇത് വലിയൊരു നഷ്ടം തന്നെയാണ് പ്രിൻസ് ലൂക്കോസിന്റെ അന്ത്യം. ഏതായാലും നേതാക്കളൊക്കെ വൈകാതെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഒക്കെ എത്തും. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. വൈകാതെ തന്നെ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ എവിടെ നടക്കുമെന്നുള്ള കാര്യത്തിലും തീരുമാനമാകുമെന്നാണ് അറിയുന്നത്. ശ്രീജ. പ്രശാന്ത. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു പ്രശാന്ത് ജോസഫ്. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി അമൃത TV എത്തിയിരുന്നു. എല്ലാവർക്കും അറിയാം, നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം ഇന്നലെ സ്വന്തമാക്കിയത്. അതായത് ഈ സമ്മാന പദ്ധതിയുടെ അവസാനത്തെ വിന്നറാണ് കേട്ടോ. അത് തൃശ്ശൂർ സ്വദേശിയായ ജീന സംഗീതായിരുന്നു. ജീനയുടെ പ്രതികരണം നോക്കാം. അഭിനന്ദനങ്ങൾ. അമൃത TVയുടെ 1 ലക്ഷം രൂപയാണ് സമ്മാനം നേടിയിട്ടുള്ളത് ജീന. ഇങ്ങനെ ഒരു വലിയ ഓണസമ്മാനം അല്ലെങ്കിൽ ഒരു ഭാഗ്യസമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ? ഇല്ലില്ല. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഒരു 8 ദിവസമൊക്കെ ആയിട്ടുണ്ട് കണ്ടുടങ്ങി, മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങിയിട്ട്. അമൃത TV കാണാറുണ്ടോ? ഏതൊക്കെ പ്രോഗ്രാമുകളാണ് കാണാറ്? അത് കൂടുതലായിട്ട് കോമഡി മാസ്റ്റേഴ്സ് ആണ്, പിന്നെ ന്യൂസ്. ഇനിയും അമൃത TVയിലെ പ്രോഗ്രാമും ന്യൂസും ഒക്കെ കാണണം. ജീനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 2 മക്കള്, ഹസ്ബൻഡ്, അങ്ങനെ ഞങ്ങൾ 4 പേരുള്ളൂ. ജീന എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. എന്തായാലും ഈ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനാണ് ജീനയ്ക്ക് അടിച്ചിട്ടുള്ള. അമൃത TV അംഗങ്ങൾ ജീനയുടെ വീട്ടിലെത്തി ഈ സമ്മാന തുക കൈമാറുന്നതായിരിക്കും. അവസാനമായി ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ഓണാശംസകളും അറിയിക്കുന്നു. വലിയൊരു സമ്മാനമാണ് ഈ ഓണക്കാലത്തെത്തിയത്. എന്തെങ്കിലും അമൃത TVയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകരോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ എന്തെങ്കിലും ജീനയ്ക്ക് പങ്കുവെക്കാനുണ്ടോ? ന്യൂസുകളും അതിലുള്ള പരിപാടികളൊക്കെ മെയിനായിട്ട് കാണുക, പിന്നെ ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോ അതിൽ പങ്കെടുക്കുക. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എനിക്ക് കിട്ടുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അങ്ങനെ കിട്ടി, അത് വലിയൊരു സന്തോഷം. ജീനയ്ക്ക് എന്തായാലും ആശംസകൾ. നമുക്കറിയാം, ഈ ഓണക്കാലത്ത് വലിയ വലിയ സമ്മാനങ്ങൾ, ലക്ഷങ്ങളുടെ സമ്മാനങ്ങളായിരുന്നു അമൃത TV കൊണ്ടുവന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന പദ്ധതിയിലൂടെ എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. നമുക്കെന്തായാലും വിപണിയിലെ ചലനങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഒരാഴ്ചത്തെ ഇതിന് ശേഷം ഇത് പുതിയൊരു വാരത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇത് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തെ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ രൂപപ്പെട്ട നിക്ഷേപ താൽപ്പര്യം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ 50 ദിവസത്തെ ശരാശരി നിലവാരത്തിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ 24,700 എന്ന നിലവാരത്തിന് മുകളിൽ, പ്രധാന സാങ്കേതിക നിലവാരമായ 24,700 മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്നത് തന്നെ വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇനിയും 24,900 എന്ന നിലവാരമാണ് സാങ്കേതികമായി പ്രധാനം. ആ ഒരു നിലവാരം കൂടി ഭേദിച്ച് വ്യാപാരം തുടരുകയാണെങ്കിൽ തീർച്ചയായും മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായി പ്രേരകമായി പ്രവർത്തിക്കേണ്ടത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലുള്ള നിക്ഷേപ താൽപ്പര്യമാണ്. വിപണിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ട് നേട്ടത്തിൽ പ്രധാന പങ്ക് വഹിക്കാതെ പോയത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയാണ്. പ്രത്യേകിച്ച് വിപണിയുടെ ഏതാണ്ട് 40% കൈയാളുന്ന ഈ ഒരു മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇനി മൊത്തത്തിൽ. വളരെയധികം നന്ദി ശ്രീ K. ദിലീപ്. എന്തായാലും ഈ ക്യാൻസർ ചികിത്സാ രംഗത്ത് നിർണായകമായൊരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വാക്സിനുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി അറിയിച്ചിരിക്കുകയാണ്. എൻഡ്രോമെക്സ് എന്ന പേരിട്ട വാക്സിൻ രോഗികൾക്ക് നൽകുന്നത് സൗജന്യമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വാക്സിൻ എന്തായാലും ഈ വർഷം അവസാനത്തോടുകൂടി ലഭ്യമാണ്.
ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് റഷ്യയിൽ നിന്നും വരുന്നത്. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാൻ റഷ്യ കണ്ടെത്തിയ വാക്സിൻ അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി വിതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി ഹെഡ് വെറോണിക്ക സ്കോവർസ്റ്റോവയാണ് അറിയിച്ചത്. എൻഡ്രോമെക്സ് എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ രോഗികൾക്ക് നൽകുന്നത് സൗജന്യമായിട്ടാണ്. വിവിധ കമ്പനികളുമായി ചേർന്ന് വർഷങ്ങൾ നീണ്ട പരീക്ഷണത്തിനൊടുവിലാണ് വാക്സിൻ വിതരണത്തിനായി തയ്യാറെടുക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ വാക്സിൻ ജനങ്ങളിലേക്ക് എത്തും. മെസഞ്ചർ റൈബോന്യൂക്ലിക് ആസിഡ് സംവിധാനം തന്നെയാണ് ക്യാൻസറിനുള്ള മരുന്നിനും ഉപയോഗിക്കുക. നിലവിൽ കോവിഡ് വാക്സിൻ ഉപയോഗിക്കുന്ന രീതിയാണിത്. ശരീരത്തിൽ പ്രവേശിച്ച ശേഷം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ക്യാൻസർ സെല്ലുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുകയാണ് വാക്സിൻ ചെയ്യുന്നത്. 60 മുതൽ 80% വരെ ഗുണം ലഭിക്കുമെന്ന് റഷ്യ അവകാശപ്പെടുന്നു. നിലവിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വൻകുടലിലെ ക്യാൻസറിനാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ ഉപയോഗിക്കുന്നത്. തലച്ചോറിലെയും ത്വക്കിലെയും ക്യാൻസറിനുള്ള മരുന്നുകൾ വൈകാതെ പുറത്തിറക്കാനാകുമെന്ന് ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി പറയുന്നു. മറ്റു മരുന്നുകളെക്കാൾ രോഗമുക്തി നിരക്ക് വാക്സിന് കൂടുതലുണ്ട്. ക്യാൻസർ പ്രതിരോധിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം പുതിയ വാക്സിൻ ആണെന്നും റഷ്യ അവകാശപ്പെടുന്നു. ഗർഭാശയ ക്യാൻസറിനും മറ്റുമുള്ള മരുന്നുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ലഭ്യമാണെങ്കിലും വൻകുടൽ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തിയത് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമൃത ന്യൂസ്, ഡൽഹി. എന്തായാലും വലിയൊരു വിപ്ലവം തന്നെയാണ് ഈ ഒരു വാക്സിൻ എന്ന് പറയുന്നത്. നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പരിപാടികളൊക്കെയാണ് ഈ വള്ളംകളിയും അതുപോലെ തന്നെ ഈ പുലികളിയും ഒക്കെ. എന്തായാലും കാസർഗോഡ് ചെറുവത്തൂരിൽ ആവേശത്തിരയിളക്കം തീർത്ത അഞ്ചാൾത്തുഴയും വള്ളംകളി മത്സരം നടന്നു. ഓർക്കുളംപുഴയിൽ 26 ടീമുകൾ മത്സരിച്ച വള്ളംകളിയിൽ ടീം പാലിച്ചോൻ അച്ചാംതുരുത്തി 1ാം സ്ഥാനം നേടി. ആ വിശേഷങ്ങളിലേക്ക്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓർക്കുളം പുഴയിൽ നടത്തിയ അഞ്ചാൾ തുഴയും വള്ളംകളി മത്സരം കാണാൻ ഇരുകരകളിലുമായി 10,000-ങ്ങളാണ് തടിച്ചുകൂടിയത്. 3.5 മണിക്കൂർ നീണ്ട ആവേശത്തിരയിളക്കം സമ്മാനിച്ച വള്ളംകളി മത്സരത്തിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി ജേതാക്കളായി. AKG പൊടോത്തുരുത്തി A ടീമാണ് ഗ്രാമാന്തരീക്ഷത്തെ ആവേശത്തിലാഴ്ത്തിയ ജലോത്സവത്തിലെ 2ാം സ്ഥാനക്കാർ. AKG സ്മാരക ക്ലബ്ബ്, വായനശാല ആൻഡ് ഗ്രന്ഥാലയം, വനിതാവേദി, ഓർക്കുളം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു വള്ളംകളി മത്സരം സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുത്ത 26 ടീമുകൾ അഞ്ചാൾ തുഴയും വള്ളംകളി മത്സരത്തിൽ ആവേശത്തുഴയെറിഞ്ഞു. വിജയികൾക്ക് 7,000, 5,000 രൂപ ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷം നാളെയാണ് സമാപിക്കുക. ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. തലസ്ഥാന നഗരിക്ക് കാഴ്ചവിരുന്നായി 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. 60ഓളം ഫ്ലോട്ടുകളും പരിപാടിയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ പ്രാദേശിക പഥ്യം. ഒരു വിദേശ വാർത്തയിലേക്കാണ്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിക്ഷേപ ഉടമ്പടി ഉടൻ. ഇസ്രയേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഉടമ്പടി ഒപ്പുവയ്ക്കുക. ഈ ഉടമ്പടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് അവസരമൊരുക്കും. ഇന്നാണ് ബെസലേൽ സ്മോട്രിച്ച് ഇന്ത്യയിലെത്തുന്നത്. ബുധനാഴ്ച മടങ്ങും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, മനോഹർലാൽ ഖട്ടർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി, മുംബൈ, ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റി എന്നിവിടങ്ങളിലും ഇസ്രയേൽ ധനമന്ത്രി സന്ദർശനം നടത്തും. ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുന്ന 4ാമത്തെ ഇസ്രയേൽ മന്ത്രിയാണ് സ്മോട്രിച്ച്. കായിക വിശേഷങ്ങളിലേക്ക്. ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചത് 1-4 ഗോളുകൾക്കാണ്. ജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ 4ാമത്തെ കിരീടമാണിത്. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ ഇന്ത്യ ആദ്യ മിനിറ്റിൽ തന്നെ ഗോൾ നേടി. സുഖ്ജീത് സിംഗ് ആണ് ആദ്യ ഗോൾ നേടിയത്. ദിൽപ്രീത് സിംഗ് ഇരട്ട ഗോളുകളും നേടി. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ സോൺഡേനിലൂടെ ദക്ഷിണ കൊറിയ 1 ഗോൾ മടക്കി. 8 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യന്മാരാകുന്നത്. ഈ വർഷത്തെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റായി US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ വിജയ കിരീടം സ്വന്തമാക്കി യുവ സ്പാനിഷ് സൂപ്പർ താരം കാർലോസ് അൽക്കാരസ്.
ലോക റാങ്കിങ്ങിൽ 1ഉം 2ഉം സ്ഥാനക്കാരുടെ മത്സരത്തിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നറിനെ വീഴ്ത്തിയാണ് അൽക്കാരസ് കിരീട നേട്ടം സ്വന്തമാക്കിയത്. 2 മണിക്കൂർ 42 മിനിറ്റും നീണ്ട ത്രില്ലറിൽ 6-2, 3-6, 6-1, 6-4 എന്ന സ്കോറിനായിരുന്നു സ്പാനിഷ് താരത്തിന്റെ വിജയം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ചാമ്പ്യന്മാരായി. ഇന്നലെ നടന്ന ഫൈനലിൽ ആദ്യ സീസൺ ജേതാക്കളായിരുന്ന കൊല്ലം സെയിലേഴ്സിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 75 റൺസിന് സഞ്ജുവിന്റെ സഹോദരൻ സാലി സാംസൺ നയിച്ച കൊച്ചി കപ്പടിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് നേടി. കൊല്ലം സെയിലേഴ്സിന് 106 റൺസ് മാത്രമേ നേടാനായുള്ളൂ. അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർത്തിയാവുകയാണ്. വാർത്തകൾ തീരുന്നില്ല. യൂട്യൂബിൽ തുടർന്നും വാർത്തകളുണ്ടാകും. കൂടുതൽ വാർത്തകൾക്കായി കാണുക അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ. നമസ്കാരം.